ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. രണ്ടു വ്യക്തികൾ തമ്മിൽ കൂടിച്ചേരുന്നത് രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്നത് പോലെയാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് കരുണയും പരിഗണനയും ഉള്ളവർ അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് പ്രത്യേകം അർഹരാകുന്നു. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് കരുണ കാണിക്കുക എന്നാൽ നിങ്ങളോട് അള്ളാഹു കരുണ കാണിച്ചേക്കാം. അമ്മായും ഉമ്മയും മരുമകളും ജനിച്ചതും വളർന്നതും വ്യത്യസ്ത കുടുംബങ്ങളിൽ ആണ്. ജീവിതത്തിൻ്റെ ഒരു പങ്ക് മാത്രമേ ഒരുമിച്ച് കഴിയുന്നുള്ളൂവെങ്കിലും രണ്ടുപേരും ഒരേ കുടുംബങ്ങളിലെ അംഗങ്ങളായി മാറുകയാണ്. രണ്ടുപേരിൽ മുതിർന്നതും പക്വതയുള്ളതും അമ്മായിമ്മ ആയതിനാൽ അവർക്കാണ് കുടുംബത്തിൽ കൂടുതൽ ഉത്തരവാദിത്വമുള്ളത്. പ്രത്യേകിച്ചും തന്നെ മരുമകളുമായുള്ള ബന്ധം കൂടുതൽ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ആ ബന്ധം സ്നേഹവും പരസ്പര ബഹുമാനവും സമാധാനം നിറഞ്ഞതുമായി മാക്കുക എന്ന കാര്യത്തിൽ ഉമ്മയാണ് മുൻകൈയെടുക്കേണ്ടത്. മരുമകൾ കുടുംബത്തിലെ പുതിയ അംഗമാണ്. അവളുടെ അഭ്യുദയകാംക്ഷി എന്ന നിലയിൽ തന്നോട് ആവശ്യപ്പെടുന്ന പക്ഷം സഹായവും ഉപദേശവും നൽകലും അവൾക്ക് വളരാനും പക്വതയാർജിക്കാനുമുള്ള സമയം നൽകുകയും വേണം. അവളെ അനുമോദിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കണം. സ്വന്തം സംസാരം കുറച്ചും അവൾക്ക് പറയുവാനുള്ളത് ശ്രദ്ധ കൊടുക്കുകയും വേണം. ഒരു ഉമ്മ എന്ന നിലയിൽ തൻ്റെ വ്യക്തിത്വം, മാന്യത, സ്വകാര്യത എന്നിവ സ്വയം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. സ്വന്തം മകന് നല്ല വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം ധാർമ്മികതയും പ്രശ്നങ്ങളെ എങ്ങനെ വിവേക ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യാമെന്നുള്ള അറിവും നൽകണം. സ്വന്തം മാതാവിനും ഭാര്യയ്ക്കും തൻ്റെ മേലുള്ള അവകാശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ മകന് സാധ്യമാകും വിധം ഉമ്മമാർ തൻ്റെ മകളുടെ മനസ്സ് പരിപോഷിപ്പിക്കണം. ഒരു മഹാലക്ഷ്യം മുൻനിർത്തി ഈ കാര്യം ചെയ്യാൻ ഒരു അമ്മായിമ്മ ശ്രമിക്കണം. സ്വന്തം മരുമകളെ കാരുണ്യത്തോടെയും വാത്സല്യത്തോടെയും സഹനത്തോടെയും സമീപിക്കണം. അവളുടെ സ്വകാര്യതകളിൽ കൈകടത്താതെ അവളുടെ സൽസ്വഭാവ ഗുണങ്ങളെ അഭിനന്ദിക്കണം. അവളുടെ കാര്യത്തിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ ക്ഷമയോടെ വിവേകത്തോടെ അവളുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ ശ്രമിക്കണം. തന്നോട് ആവശ്യപ്പെടുന്ന പക്ഷം അവൾക്ക് സത്യസന്ധമായി ഉപദേശം നൽകണം. അതേസമയം അവളിൽ ഒന്നും അടിച്ചേൽപ്പിക്കുകയും ചെയ്യരുത്. പാചകവും വീടും ചിട്ടയായി സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് സ്നേഹത്തോടുകൂടി മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ അവർക്കൊരു ഇസ്ലാമിക വ്യക്തിത്വം സ്ഫുരിക്കുന്ന ഒരു മാർഗദർശിയാകാനും തൻ്റെ മരുമകളെയും ആ മഹാലക്ഷ്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും അങ്ങനെ നല്ല ഒരു കുടുംബ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുവാനും സാധിക്കും. അങ്ങനെ രണ്ട് കടലുകൾ തമ്മിൽ ചേരുമ്പോൾ ഓരോന്നും അതിൻ്റേതായ പാതയിൽ യോജിപ്പിൽ അതിരുകൾ ലംഘിക്കാതെ ചരിക്കുമ്പോൾ മറഞ്ഞു കിടക്കുന്ന നിധികളും മനോഹരമായ മുത്തുകളും പവിഴങ്ങളും കണ്ടെത്തുന്നതിന് ഇത് കാരണമാകും. മറജൽ ബഹ്റൈനി എൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ വബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ യഖ്റുജു മിൻഹുൽ ലുഅ്ലുഉ വൽ മർജാൻ. രണ്ട് കടലുകൾ തമ്മിൽ കൂടിച്ചേരത്തക്ക വിധം അവൻ അയച്ചുവിട്ടിരിക്കുന്നു. അവ രണ്ടിനുമിടയിൽ അവർ അന്യോന്യം അതിക്രമിച്ച് കടക്കാതിരിക്കുന്ന വിധം ഒരു തടസ്സമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അവ രണ്ടിൽ നിന്നും മുത്തും പവിഴവും പുറത്തു വരുന്നു. അള്ളാഹുവുമായുള്ള ബന്ധം നന്നാക്കുമ്പോൾ അവനെ തൃപ്തിപ്പെടുത്തുന്ന എന്തും ഒഴിവാക്കുകയും അവനെ അതൃപ്തിപ്പെടുത്തുന്ന എന്തും ഒഴിവാക്കുകയും അവൻ നൽകുന്ന എന്തിലും സംതൃപ്തരാവുകയും ചെയ്യുക. അള്ളാഹു നമ്മളോടുള്ള ബന്ധം നന്നാക്കും. അള്ളാഹുവിനെ സംരക്ഷകനായി കരുതിയാൽ അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ നീ കാത്തു സൂക്ഷിച്ചാൽ അള്ളാഹുവിനെ നിനക്ക് നിൻ്റെ മുമ്പിൽ തന്നെ സഹായിയായി കാണുവാൻ സാധിക്കും. ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം. സൃഷ്ടികളെല്ലാം ഒരുമിച്ച് കൂടി ഒരതിക്രമം ചെയ്യാൻ തുനിഞ്ഞാലും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരതിക്രമം അവർക്ക് ചെയ്യാൻ സാധ്യമല്ല. അവർ മുഴുവൻ നിങ്ങളെ ഉപദ്രവിക്കാൻ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു തീരുമാനിച്ച ഉപദ്രവമല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു, ഏടുകൾ ഉണങ്ങിയിരിക്കുകയും ചെയ്യുന്നു. ക്ഷമയുടെ കൂടെയാണ് സഹായം, പ്രയാസത്തിൻ്റെ കൂടെയാണ് ആശ്വാസം, ബുദ്ധിമുട്ടിൻ്റെ കൂടെയാണ് എളുപ്പം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. അല്ലയോ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ നാഥ, നിന്നിലാണ് എല്ലാ ആശ്രയങ്ങളും. നിൻ്റെ കാരുണ്യത്തെ തൊട്ട് ഞാൻ സഹായം തേടുന്നു. എൻ്റെ കാര്യങ്ങൾ നീ ശരിപ്പെടുത്തി നൽകണമേ. എൻ്റെ കാര്യങ്ങൾ കണ്ണിമിഴ വെട്ടുന്ന നേരം പോലും എന്നെ ഏൽപ്പിക്കരുതേ എന്ന് സദാ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.